പൗരത്വ ഭേദഗതി ബില്ലിന്റെ ചട്ടങ്ങൾ ഇന്നലെ ഗവൺമെന്റ് പുറത്തിറക്കി. ഇന്ത്യയിലെ 2014 ഡിസംബർ 30 മുമ്പ് ഇന്ത്യയിൽ വന്ന മുസ്ലിം ഒഴിച്ച് വന്ന അഭയാർത്ഥികൾ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധമതത്തിലുള്ളവർ, പാഴ്സി, ഈ മതക്കാർക്ക് പൗരത്വം നൽകാനാണ് ഈ പുതിയ ചട്ടങ്ങൾ ഭേദഗതി നിയമം സർക്കാർ കൊണ്ടുവന്നത്. കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ സുപ്രീം കോടതി വിധി ഒരു തിരിച്ചടി തന്നെയായിരുന്നു. കാരണം പണം എവിടുന്നൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചു, അത് സീക്രട്ടായിട്ട് വെക്കാമായിരുന്നു ഇതുവരെ. അതൊരു ബോണ്ട് മുഖേന നൽകുന്നത് കൊണ്ട് SBI ബോണ്ട് മുഖേനയാണ് കള്ളപ്പണം ഉൾപ്പെടെയുള്ള പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഇന്ത്യയിൽ ലഭിച്ചതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി പറഞ്ഞു ആരാണ് തന്നതെന്ന് വെളിപ്പെടുത്തണമെന്ന്. ഇലക്ഷൻ വന്ന് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അത് ഭരണകക്ഷിക്ക് വല്ലാത്ത ഒരു അടിയായിരുന്നു. അതിന് ബദൽ നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പൗരത്വ ഭേദഗതി ബില്ല് എൻ്റെ ചട്ടങ്ങൾ നിലയിൽ വന്നത്. പൗരത്വ ഭേദഗതി ബില്ല് ഇന്ത്യയിലെ പാർലമെന്റിൽ 2019 അവതരിപ്പിച്ചു, പാസ്സാക്കിയിരുന്നു. അതിനുശേഷം 2019 ഡിസംബർ 31 രാഷ്ട്രപതി അംഗീകാരവും കിട്ടി. അതിശക്തമായ പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ നിലവിൽ വന്നതുകൊണ്ട് ആസാമിൽ അത് തുടങ്ങിക്കഴിഞ്ഞു. അവിടുത്തെ ആസാം സ്റ്റുഡൻസ് യൂണിയൻ ഈ CAA എന്ന് പറഞ്ഞാൽ സിറ്റിസൺ അമെൻഡ്മെന്റ് ആക്ട്, ആ ചട്ടങ്ങൾ അതിൻ്റെ കോപ്പി ഇന്നലെ കത്തിച്ചു കഴിഞ്ഞു. തമിഴ്നാടും കേരളവും അതിശക്തമായ എതിർപ്പിലേക്ക് വന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഡ്വക്കേറ്റ് ബീരാൻ മുഖേന സുപ്രീം കോടതിയിൽ ഇത് സ്റ്റേ ചെയ്യാൻ നീങ്ങിക്കഴിഞ്ഞു. ഇന്ത്യ ഭരണഘടന അനുസരിച്ച് നമ്മളൊരു മതേതര രാഷ്ട്രമാണ്. മതാടിസ്ഥാനത്തിൽ പൗരത്വം ഭേദഗതി കൊണ്ടുവരുന്നത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമല്ല, ഭരണഘടന വിരുദ്ധമാണ് ജാതി തിരിച്ച് ഒരു ഭേദഗതി കൊണ്ടുവരുന്നതും പൗരത്വ ബില്ല് കൊണ്ടുവരുന്നതും. അതാണ് ഇപ്പോഴത്തെ പ്രസക്തമായ ഇന്ത്യയിലെ ജനങ്ങൾ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും. കാരണം തമിഴ്നാട് പറയുന്നത് ഈ 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിൽ വന്നു ചേർന്ന മുസ്ലിം ഒഴിച്ച മറ്റ് ജാതിക്കാർക്ക് പൗരത്വം കൊടുക്കാനാണ് തീരുമാനം. അതേസമയത്ത് ഇന്ത്യയിൽ വന്ന ബംഗ്ലാദേശ്, മ്യാൻമാർ, അവിടുന്നൊക്കെ വന്ന മുസ്ലിമിക്ക് ഇന്ത്യയിലെ പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കില്ല. തമിഴ്നാട്ടിൽ ഇതേ രീതിയിൽ ഒരു പ്രത്യേകതയുണ്ട്. തമിഴ്നാട്ടിലുള്ള മുസ്ലിംസും ശ്രീലങ്കൻ പൗരന്മാർക്കും ഈ പൗരത്വ ഭേദഗതിയിലെ ബില്ലിനകത്ത് അവരുടെ കാര്യവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തമിഴ്നാട് അതിശക്തമായ എതിർപ്പാണ്, കേരളവും അതിശക്തമായ എതിർപ്പാണ് നടപ്പാകുന്നത്. ആസാമിലെ കുട്ടികൾ ഇപ്പോൾ അതിൻ്റെ CAA ആക്ട് കത്തിച്ച് അവർ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. അവിടെ ബന്ദ് നടത്തുകയാണ്, അത് അടിച്ചൊതുക്കുമെന്ന് പറയുന്നുണ്ട്. അതേസമയത്ത് UPയിലും ഈ രീതിയിലുള്ള പ്രക്ഷോഭത്തിനുള്ള തലപൊക്കി കഴിഞ്ഞു. ഏത് പ്രക്ഷോഭം വന്നാലും അത് അമർത്തും, അത് അടിച്ചമർത്തും എന്ന് UP മുഖ്യമന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു. UPയിലെ പ്രതിഷേധക്കാർ ഏത് രീതിയിൽ പ്രതിഷേധം നടത്തിയാലും മുഖ്യമന്ത്രി ആദിത്യനാഥ് അത് ശക്തമായി നേരിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോക്സഭാ ഇലക്ഷൻ പടിവാതിൽക്ക് നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ രീതിയിലുള്ള ഒരു ഭരണഘടന അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ കൊണ്ടുവന്നത് ശരിയായില്ല. അത് ഇലക്ട്രൽ ബോണ്ടിന്റെ അടി സെൻട്രൽ ഗവൺമെന്റിന് പറ്റിയത് കൊണ്ട് അതിൻ്റെ വഴി തിരിച്ചുവിടാനും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഈ നടപടി എന്നാണ് പരക്കെ പറയുന്നത്. ഇലക്ട്രൽ ബോണ്ടിന്റെ 15-ാം തീയതിക്കകം ആരൊക്കെയാണ് അങ്ങനെ ബോണ്ട് വാങ്ങിച്ചെന്ന ഡീറ്റെയിൽസ് കൊടുക്കാൻ SBIയുടെ ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞു സുപ്രീം കോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ച്. ഇപ്പോൾ അത് 15-ന് അകം കൊടുത്തില്ലെങ്കിൽ കോട്ടാലക്ഷ്യത്തിലേക്ക് പോകും എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു കഴിഞ്ഞു. പൗരത്വ നിയമ വ്യവസ്ഥകൾ നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ
11/3/2000 ഇന്നലെ 11-ാം തീയതിയാണ് ഇറക്കിയതെങ്കിലും 4 വർഷമായിട്ട് ഇത് പതുക്കി വെച്ചിരിക്കുകയായിരുന്നു. 2019 പാർലമെന്റ് പാസ്സാക്കിയെങ്കിലും 2019 ഡിസംബറിൽ ഇന്ത്യൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയെങ്കിലും ഇതുവരെ അതിനെ പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ 4 വർഷമായിട്ട് കൊണ്ടുവന്നില്ല സെൻട്രൽ ഗവൺമെന്റ്. AIADMK പളനിസ്വാമി ചരിത്രപരമായ മണ്ടത്തരമാണ് സെൻട്രൽ ഗവൺമെന്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ കൃത്യമായി ഇതിനെ എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞു. മുസ്ലിമിനെയും ശ്രീലങ്കൻ പൗരന്മാരെയും ഉൾപ്പെടുത്താതെയുള്ള ഒരു ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ല് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ തമിഴ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പുതിയൊരു പാർട്ടി രൂപീകരിച്ചത് വിജയും ഇതിനെതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. വിജയുടെ വെട്രി തമിഴ്നാടിൻ്റെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി വെട്രി കഴകം, അവരുടെ നേതാവ് വിജയുടെ ആദ്യത്തെ ഒരു പ്രസ്താവന തന്നെയാണിത്. അദ്ദേഹം കക്ഷി രാഷ്ട്രീയക്കാര് മറ്റു പല രാഷ്ട്രീയക്കാർക്കും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിലും തമിഴക വെട്രി കഴകം എന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ച ശേഷമുള്ള ആദ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന ഈ സിറ്റിസൺസ് അമെൻഡ്മെന്റ് ആക്ടിന് എതിരെ ആയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ പളനിസ്വാമിയും തമിഴ്നാട് കംപ്ലീറ്റും കേരളവും ഈ പുതിയ CAA ചട്ടങ്ങൾക്ക് എതിരായി രംഗത്ത് വന്നു. ഒപ്പം ആസാമും വന്നു. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഈ മുസ്ലിം കമ്മ്യൂണിറ്റികൾ ഇതിനെതിരായിട്ട് രംഗത്ത് വരും എന്ന് ഇപ്പം മനസ്സിലാകുന്നു. ഈ ഇലക്ഷന്റെ സമയത്ത് അന്തരീക്ഷം കലുഷിതമാകാതിരിക്കാനുള്ള ശ്രദ്ധ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്നതാണ് ഉചിതമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇന്ത്യയിലെ സമാധാനപരമായ അന്തരീക്ഷത്തിന് മാറ്റം ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നു. കാരണം ഇതുവരെ നമ്മൾ മറ്റു ലോകരാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ഇന്ത്യയിൽ എന്ന് പറയാം. മത അടിസ്ഥാനത്തിലുള്ള ചേരിതിരിവുകളൊന്നും ഇന്ത്യയിൽ അടുത്ത കാലത്തൊക്കെ ചെറിയ രീതിയിൽ മാറി വരുന്നെങ്കിലും അങ്ങനെയുള്ള ചേരിതിരിവുകൾ രൂപപ്പെടാനുള്ള അവസരം കൊടുക്കാതിരിക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലത്. മതാടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രമല്ല നമ്മളെന്ന് മനസ്സിലാക്കണം. ഇന്ത്യ എന്തു രാഷ്ട്രമല്ല, ഭരണഘടന എന്തു രാഷ്ട്രമായി നീങ്ങുന്നതിനുള്ള ചട്ടങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അങ്ങനെ ഒരു നടപടി, അങ്ങനെ ഒരു കേസ് അത് സ്റ്റേ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലെ മുസ്ലിം ലീഗ് വന്നു കഴിഞ്ഞു. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ് അതിനുവേണ്ടി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ അന്തരീക്ഷം കലുഷിതമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്.